പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു കുമ്പസാരക്കാരന് ഏത് തരത്തിലുള്ള പ്രായശ്ചിത്തങ്ങൾ നൽകാൻ സാധിക്കും? ലളിതമായിട്ടുള്ള ഉത്തരം: അനുതപിക്കുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രായശ്ചിത്തവും കുമ്പസാരക്കാരൻ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. കുമ്പസാരത്തിൽ പ്രധാനമായും 3 വിധത്തിലുള്ള പ്രായശ്ചിത്തങ്ങളാണ് നൽകുന്നത്. 1 പ്രാർത്ഥന, 2 പരിത്യാഗം, 3 കാരുണ്യ പ്രവൃത്തികൾ. പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗസ്ഥനായത് നന്മ നിറഞ്ഞവരെയും പിതാവിനും പുത്രനും ചെല്ലാൻ പറയുക. അത് 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ചെല്ലാനൊക്കെ പറയുക. അല്ലെങ്കിൽ വചനം വായിക്കാൻ, ബൈബിളിലെ സങ്കീർത്തനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാൻ പറയും. പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വചനം എടുത്ത് വായിക്കാൻ പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ ധൂർത്തപുത്രന്റെ ഉപമയെടുത്ത് വായിക്കാൻ പറയും. അല്ലെങ്കിൽ മുന്തിരിച്ചെടി ശാഖകളും എന്നുള്ള വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കാൻ പറയും. അപ്പോൾ അത് ഓരോ പുരോഹിതന്റെയും ഇഷ്ടമനുസരിച്ച് ഏതെങ്കിലും ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അല്ലെങ്കിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. കുഞ്ഞു സുഹൃത ജപങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. ജപമാലയുടെ തന്നെ ഏതെങ്കിലും ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. കുരിശിന്റെ വഴി ചെല്ലാൻ പറയും. ചിലപ്പോൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. അതാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് പരിത്യാഗമാണ്. പരിത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു നേരം ഉപവാസമെടുക്കുക, ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ മാറ്റിവെക്കുക, ഇറച്ചിയോ ചോക്ലേറ്റോ മറ്റ് പലഹാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം എടുത്തു മാറ്റുക. അങ്ങനെയുള്ള പരിത്യാഗ പ്രവൃത്തികൾ പ്രായശ്ചിത്തമായിട്ട് കുമ്പസാരത്തിൽ നൽകാവുന്നതാണ്. മൂന്നാമത്തേത് കാരുണ്യപ്രവൃത്തിയാണ്. കാരുണ്യപ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് പാവപ്പെട്ട ഒരാൾക്ക് ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ ചെന്ന് അവിടുത്തെ ക്ലീനിങ് ജോലിയോ മറ്റു ജോലികളൊക്കെ ചെയ്ത് അവരെ സഹായിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ളവരെ പാത്രം കഴുകുക, വീടടിച്ച് വൃത്തിയാക്കുക, മുറ്റമടിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ജോലികളൊക്കെ ചെയ്യുക. അതൊക്കെ കാരുണ്യ പ്രവൃത്തിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാരുണ്യ പ്രവൃത്തിന് മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിന് പ്രായശ്ചിത്തമായിട്ട് കുമ്പസാരക്കാരന് നിർദ്ദേശിക്കാവുന്നതാണ്.